മെഡിക്കൽ ടേംസ് മെഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പ്ലീൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പ്ലീൻ എന്ന് പറയുന്നത് ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഓർഗനാണ്. മാത്രമല്ല ഏറ്റവും വലിയ ഒരു ലിംഫാറ്റിക് അല്ലെങ്കിൽ ലിംഫോയിഡ് ഓർഗനാണ്. അതായത് ഇപ്പോൾ ലിംഫ് നോട്ട്സിനേക്കാളും അല്ലെങ്കിൽ തൈമസിനേക്കാളും ഒക്കെ വലിയ ഒരു ഓർഗൻ. അതാണ് നമ്മൾ ലാർജസ്റ്റ് ലിംഫാറ്റിക് ഓർഗൻ എന്ന സ്പ്ലീനിനെ പറയാനുള്ള കാരണം. സോ സ്പ്ലീനിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മുടെ ബോഡിയിൽ എവിടെയാണ് സ്പ്ലീൻ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്. അതായത് ഡയഫ്രം എന്ന് പറയുന്ന മസിലിൻ്റെ താഴെ. ഡയഫ്രം ആണ് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ക്യാവിറ്റി ഓഫ് ചെസ്റ്റ് അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റിയെയും താഴെ അബ്ഡോമിനൽ ക്യാവിറ്റിയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡയഫ്രം ഒരു ട്രാൻസ്വേഴ്സ് മസിലാണ്, ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്ന ഒരു മസിൽ. സോ ഡയഫ്രത്തിൻ്റെ മുകളിലാണ് എപ്പോഴും തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ഹാർട്ടും ലങ്സും ഒക്കെയുള്ള ക്യാവിറ്റി. എന്നാൽ ഡയഫ്രത്തിൻ്റെ താഴെയാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സ്പ്ലീൻ, അതുപോലെ ലിവർ, അതുപോലെ സ്റ്റൊമക്ക്, ഇൻറ്റെസ്റ്റൈൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സ്പ്ലീൻ ശരിക്കും അബ്ഡോമിനൽ ക്യാവിറ്റിയിലുള്ള ഒരു ഓർഗനാണ്. ഇനി അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ തന്നെ അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് സൈഡിലാണ്. അബ്ഡോമിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റിൽ എഗെയിൻ അപ്പർ ക്വാഡ്രൻ്റ് എന്ന് നമ്മൾ പറയും. അതായത് ലെഫ്റ്റ് സൈഡിൽ തന്നെ താഴെയല്ല, മുകൾ ഭാഗത്താണ്. അങ്ങനെ സ്പ്ലീനിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലെഫ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡോമിൻ. അതാണ് നമ്മൾ LUQ എന്ന് പറയും, ലെഫ്റ്റ് അപ്പർ ക്വാഡ്രൻറ്റ്. അബ്ഡോമിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ക്വാഡ്രൻറ്റുകൾ എന്ന് പറയുന്നത്. സോ ലെഫ്റ്റ് അപ്പർ, അതുപോലെ റൈറ്റ് അപ്പർ ഇപ്പുറത്തെ സൈഡിലുണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് ലോവർ ക്വാഡ്രൻറ്റ്, അതുപോലെ ഇപ്പുറത്ത് റൈറ്റ് ലോവർ ക്വാഡ്രൻറ്റ്. അപ്പം ഇങ്ങനെ 4 ക്വാഡ്രൻറ്റുകളായിട്ട്, ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ 4/1 എന്ന് പറയും, 4/1 ഭാഗം. അപ്പോൾ ഈ 4 ക്വാഡ്രൻസിൽ ഏത് ക്വാഡ്രൻറ്റിലാണ് ഇരിക്കുന്നത്? അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ലെഫ്റ്റ് അപ്പർ ക്വാഡ്രൻറ്റിലാണ് സ്പ്ലീനിൻ്റെ സ്ഥാനം. അപ്പോൾ ഈ സ്പ്ലീനിൻ്റെ ആ ഒരു പൊസിഷൻ ശരിക്കും നമുക്ക് വേറൊരു രീതിയിലും ഡിസ്ക്രൈബ് ചെയ്യാം. റിബ്സിൻ്റെ അടിയിലും കൂടിയാണിത്. കാരണം നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മുകൾ ഭാഗത്തേക്ക് റൈറ്റിലായാലും ലെഫ്റ്റിലായാലും ഈ 2 അപ്പർ ആസ്പെക്റ്റിലേക്കും നമ്മുടെ റിബ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിബ്സിൻ്റെ അടിയിലും കൂടിയാണ് സ്പ്ലീൻ ഇരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ വരുന്ന റിബ്സിൻ്റെ. അതായത് പ്രത്യേകിച്ച് 9, 10, 11, 9th, 10th and 11th റിബ്സിൻ്റെ അടിയിലും കൂടിയാണ് സ്പ്ലീൻ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പ്ലീനിൻ്റെ ഒരു ലൊക്കേഷൻ. ഡയഫ്രത്തിൻ്റെ താഴെ ലെഫ്റ്റ് അപ്പർ ക്വാഡ്രൻറ്റ് ആൻഡ് ഓൾസോ ബിലോ ഓർ അണ്ടർ ദ 9th, 10th and 11th റിബ്സ്. ഇത്രയുമാണ് ഇത് ലൊക്കേഷനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് സ്പ്ലീനിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് മീൻസ് ഒരു ഏകദേശം നമ്മുടെ കിഡ്നിയുടെ പോലത്തെ ഒരു ഷേപ്പാണ്. എന്നാൽ എക്സാക്ട്ലി ഒരു പയറിൻ്റെ അല്ലെങ്കിൽ ബീനിൻ്റെ ഷേപ്പ് അല്ല, ഏതാണ്ട് അതുപോലെ ഇരിക്കും. നമുക്കിവിടെ കാണാം സ്പ്ലീനിൻ്റെ സ്ട്രക്ചർ. സോ സ്പ്ലീനിന് ഒരു കോൺവെക്സ് സർഫസ് ഉണ്ട്, കണ്ടോ? ഈ പുറത്തേക്ക് കാണുന്ന കോൺവെക്സ് സർഫസും ഒരു അകത്തേക്ക് ഉള്ളിൽ വരുന്ന ഒരു കോൺകേവ് സർഫസും ഉണ്ട്. ഒരു കുഴിഞ്ഞൊരു സർഫസാണ് അകത്ത്. പുറം ഭാഗം നമ്മുടെ ഈ ഡയഫ്രോം ഒക്കെ ആയിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു കോൺവെക്സ് സർഫസ് ആണ്. ഇന്നർ ആസ്പെക്റ്റ് ആണ് മറ്റ് ഓർഗൻസുമായിട്ട് കോൺടാക്ട് വരുന്നത്. ഇപ്പോൾ സ്റ്റൊമക്ക് അല്ലെങ്കിൽ പാൻക്രിയാസ് ഇതുപോലുള്ള ഓർഗൻസുമായിട്ട് ടച്ച് ചെയ്യുന്നത് അതിൻ്റെ ഇന്നർ ആയിട്ടുള്ള കോൺകേവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. പുറത്തുള്ള കോൺവെക്സ് സർഫസ് ഇസ് മെയിൻലി ഇൻ ടച്ച് വിത്ത് ഡയഫ്രം, അതുപോലെ റിബ്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, സോ പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ ഈ കോൺകേവ് സർഫസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ഉള്ളിൽ ഇതിൻ്റെ ഇന്നർ ആസ്പെക്റ്റിലുള്ള ഒരു കുഴിഞ്ഞ ഭാഗം. ആ കോൺകേവ് സർഫസിലാണ് നമുക്ക് സ്പ്ലീനിൽ ഒരു റിഡ്ജ് പോലെ കാണാം, ഒരു നീളത്തിലൊരു കീറൽ പോലെ. ആ ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയും. ഇപ്പോൾ പല ഓർഗൻസിനും ഹൈലമുണ്ട്. ഞാനിന്ന് ലിംഫ് നോഡിൻ്റെ ഹൈലവും ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലാ ഓർഗൻസിനും, അതായത് ഒരു ഓർഗനിലേക്ക് കടക്കേണ്ട അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട സ്ട്രക്ചേഴ്സൊക്കെ കടന്നു പോകുന്ന ഒരു ഏരിയ. ഇപ്പോൾ കിഡ്നിയുടെ ഹൈലം അല്ലെങ്കിൽ ലങ്ങിൻ്റെ ഹൈലം, അതേപോലെ തന്നെ സ്പ്ലീനിനും ഒരു ഹൈലമുണ്ട്, ഒരു സെൻട്രൽ ഏരിയ ത്രൂ വിച്ച് ദ സ്ട്രക്ചേഴ്സ് എൻറ്റർ ദ സ്പ്ലീൻ അല്ലെങ്കിൽ എക്സിറ്റ് ദ സ്പ്ലീൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്ലീനിൻ്റെ ഒരു ഹൈലം കാണാം. ആ ഹൈലത്തിൽ കൂടി കടന്നു പോകുന്നത് ഒന്ന് സ്പ്ലീനിക് ആർട്ടറി, ഒരു പ്രധാനപ്പെട്ട ആർട്ടറിയാണ് സ്പ്ലീനിക് ആർട്ടറി. അത് നമ്മുടെ സ്പ്ലീനിൻ്റെ അകത്തേക്ക് കടക്കുന്നത് ഈ ഹൈലം വഴിയാണ്. എന്നിട്ടാണ് അത് സ്പ്ലീനിന് സപ്ലൈ ചെയ്യുക. അതേപോലെ സ്പ്ലീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മറ്റൊരു ബ്ലഡ് വെസലാണ് സ്പ്ലീനിക് വെയിൻ എന്ന് പറയും. സോ സ്പ്ലീനിക് ആർട്ടറി എൻറ്റേഴ്സ് ത്രൂ ദ ഹൈലം ആൻഡ് സപ്ലൈസ് ബ്ലഡ് ടു ദ സ്പ്ലീൻ. എന്നാൽ
തിരിച്ച് സ്പ്ലീനിൽ നിന്നുള്ള ബ്ലഡ് പുറത്തേക്ക് വരുന്നത് സ്പ്ലീനിക് വെയിൻ വഴിയാണ്. അപ്പോൾ ഹൈലത്തിലുള്ള 2 പ്രധാന ബ്ലഡ് വെസൽസ് ആണ് സ്പ്ലീനിക് ആർട്ടറി ആൻഡ് ദ സ്പ്ലീനിക് വെയിൻ. അതേപോലെ തന്നെ ലിംഫ് വെസൽസും സ്പ്ലീനിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. സാധാരണ രീതിയിൽ എല്ലാ ലിംഫ് ഓർഗൻസിനും, ലിംഫ് നോഡ് അതുപോലെയുള്ള ഓർഗൻസിനൊക്കെ 2 തരം ലിംഫ് വെസൽസ് ആണ് ഉണ്ടാവുക. ഞാനത് ലിംഫ് നോഡ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു അഫറന്റ് വെസൽ, അതായത് ആ ഓർഗനിലേക്ക് ലിംഫ് കൊണ്ടുവരുന്ന വെസലാണ് അഫറന്റ്, AFFERENT. അതേപോലെ ആ ഓർഗനിൽ നിന്ന് പുറത്തേക്ക് ലിംഫ് കൊണ്ടുപോകുന്നതാണ് എഫറന്റ് വെസൽ. സ്പ്ലീനിന് അങ്ങനെ അഫറന്റ് ആൻഡ് എഫറന്റ് രണ്ടുമില്ല. അതായത് സ്പ്ലീനിലേക്ക് ലിംഫുമായിട്ട് വരുന്ന ഒരു വെസൽ അതിനില്ല. പിന്നെയോ അതിനൊരു പുറത്തേക്ക്, സ്പ്ലീനിൽ നിന്ന് പുറത്തേക്ക് ലിംഫ് കൊണ്ടുപോകുന്ന ഒരു വെസൽ മാത്രമേ ഉള്ളൂ. അതിനാണ് നമ്മൾ എഫറന്റ് ലിംഫ് വെസൽ എന്ന് പറയുക. അപ്പോൾ ഈ എഫറന്റ് ലിംഫ് വെസലും എവിടെ കൂടിയാണ് പോകുന്നത്? ഹൈലത്തിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇറ്റ് ക്യാരീസ് ദ ലിംഫ് ഫ്രം ദ സ്പ്ലീൻ. ഓക്കെ, സോ അങ്ങനെ ഒരു എഫറന്റ് വെസൽ, ലിംഫ് വെസൽ, ദെൻ സ്പ്ലീനിക് വെയിൻ, സ്പ്ലീനിക് ആർട്ടറി, അതുപോലെ നെർവ്സും, സ്പ്ലീനിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സും, ഇത്രയും കടന്നു പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓൺ ദ കോൺകേവ് സർഫസ് ഓഫ് ദ സ്പ്ലീൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മോർഫോളജി, ഒരു ഷേപ്പും അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ. കോൺകേവ് ആൻഡ് ഇന്നർ കോൺകേവ് സർഫസ് ആൻഡ് ആൻ ഔട്ടർ കോൺവെക്സ് സർഫസ്. ഓൺ ദ ഇന്നർ കോൺകേവ് സർഫസ് യു ക്യാൻ സീ ഒരു റിഡ്ജ് ലൈക്ക് ഓപ്പണിംഗ് കോൾഡ് ദ ഹൈലം, ത്രൂ വിച്ച് ദ സ്ട്രക്ചേഴ്സ് എൻറ്റർ ഓർ ലീവ് ദ ഓർഗൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കവറിങ് ക്യാപ്സ്യൂൾ നോക്കാം. അതായത് ഇപ്പോൾ എല്ലാ ലിംഫ് നോഡ്സിനും ഒക്കെ ഉണ്ട് ഇതുപോലെ ഒരു കവറിങ് ഫൈബ്രസ് ടിഷ്യൂ ഒക്കെ കൊണ്ടുള്ള ഒരു ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂളിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ താഴേക്ക് സ്പ്ലീനിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ സ്പ്ലീനിൻ്റെ മാറ്ററിനെ പല പല ഡിവിഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഉണ്ടോ? ഇപ്പം നമുക്ക് കാണാം ഈ സ്പ്ലീനിൻ്റെ കവറിങ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ തന്നെ സ്പ്ലീനിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അത് സ്പ്ലീനിൻ്റെ ആ ഒരു മാറ്ററിനെ ഓരോ ഏരിയ, സോ ദിസ് ഇസ് വൺ പാർട്ട് ഓഫ് ദ സ്പ്ലീൻ, അതുപോലെ ഇത്, അങ്ങനെ ഓരോരോ ഡിവിഷൻസ് ആയിട്ട് സ്പ്ലീനിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്യാപ്സ്യൂളും ക്യാപ്സ്യൂളിൻ്റെ തന്നെ സ്പ്ലീനിലേക്ക് വന്നിരിക്കുന്ന ഭാഗങ്ങൾ ആണ് നമ്മൾ ട്രബക്യുലെ എന്ന് പറയും. ക്യാപ്സ്യൂൾ ആണ് ഏറ്റവും പുറമെ. ക്യാപ്സ്യൂളിൽ നിന്ന് അകത്തേക്ക് ഡീപ്പായിട്ട് സ്പ്ലീനിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന, അങ്ങനെ സ്പ്ലീനിനെ ഡിവൈഡ് ചെയ്യുന്ന ആ ക്യാപ്സ്യൂളിൻ്റെ ഭാഗങ്ങൾക്കാണ് ട്രബക്യുലെ എന്ന് പറയും. ഇതും ലിംഫ് നോഡ്സിന് ഉള്ളത്. ആക്ച്വലി ഒരു വലിയ ലിംഫ് നോഡിനെ പോലെയാണ് സ്പ്ലീൻ എന്ന് പറയാം. ഓക്കെ, ലിംഫ് നോഡിൻ്റെ സ്ട്രക്ചറായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് സ്പ്ലീനിന്. ഓക്കെ, പക്ഷെ പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം ഈ പറഞ്ഞ പോലെ ലിംഫ് വെസൽസ്, എഫറന്റ് ലിംഫ് വെസൽസ് മാത്രമേ സ്പ്ലീനിലുള്ളൂ. സ്പ്ലീനിലേക്ക് ലിംഫ് കൊണ്ടുവരുന്ന വെസൽസ് ഇല്ല. ലിംഫ് നോഡുകൾക്ക് ഇത് രണ്ടും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത്. അതർവൈസ് നമുക്ക് സ്പ്ലീനിൻ്റെയും ലിംഫ് നോഡുകളുടെയും സ്ട്രക്ചർ ഏതാണ്ട് വരും. കാരണം ലിംഫ് നോഡ്സിനുണ്ട് ഇതുപോലൊരു ക്യാപ്സ്യൂളും ക്യാപ്സ്യൂളിൽ നിന്ന് സ്പ്ലീനിലേക്ക് പോകുന്ന ട്രബക്യുലേകൾ. ഓക്കെ, പിന്നെ നമുക്ക് സ്പ്ലീനിൻ്റെ ഒരു സ്ട്രക്ചർ, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, സ്ട്രക്ചറിനെ പറ്റിയൊരു കാര്യം പറയുകയാണെങ്കിൽ, അതിൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ഈ ഇന്നർ മാറ്റർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ട്രബക്യുലെ കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്പ്ലീനിൻ്റെ ഒരു ഇന്നർ സ്ട്രക്ചർ, ഇന്നർ ടിഷ്യൂസ്, ആ ടിഷ്യൂസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയും. അതായത് റെഡ് പൾപ്പ്, ഈ ഹോൾ ഇന്നർ ഏരിയയ്ക്കാണ് പൾപ്പ് എന്ന് പറയും. ഈ ട്രബക്യുലെ കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെട്ട സ്പ്ലീനിൻ്റെ ഒരു ഇന്നർ മാറ്ററിനെയാണ് നമ്മൾ പൾപ്പ് എന്ന് പറയാം. ആ പൾപ്പ് തന്നെയുണ്ട് കളറിൻ്റെ ബേസിസിൽ രണ്ട് കളറായിട്ടാണ് പറയുക, ദ റെഡ് പൾപ്പ് ആൻഡ് ദ വൈറ്റ് പൾപ്പ്. വൈറ്റ് പൾപ്പ് എപ്പോഴും നമ്മുടെ ഈ സ്പ്ലീനിക് വെസൽസിനോട്, ഒരു ആർട്ടറി സ്പ്ലീനിനകത്തേക്ക് കടന്നാൽ സ്പ്ലീനിക് ആർട്ടറി എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ചെറിയ ആർട്ടീരിയോൾസും പിന്നീട് കാപ്പിലറികളൊക്കെ ആയിട്ട് മാറുന്നു. അപ്പോൾ ആ സ്പ്ലീനിക് ആർട്ടറിയുടെ ബ്രാഞ്ചുകളെ ചുറ്റിപ്പറ്റി ഉള്ള കുറേ ലിംഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ അതിനെ വൈറ്റ് പൾപ്പ് എന്ന് വിളിക്കും. കാരണം അതിൻ്റെ കളർ ഒരു കമ്പാരിറ്റീവ്ലി വൈറ്റ് കളറാണ്. ഈ പറഞ്ഞ പോലെ ലിംഫ് ടിഷ്യൂസ് എവിടെയാണ് അവർ വരിക? നമ്മൾ ഈ പറഞ്ഞ സ്പ്ലീനിക് ആർട്ടറിയുടെ തന്നെ ബ്രാഞ്ചുകളെ ചുറ്റിപ്പറ്റി, ആ ബ്രാഞ്ചുകളോട് ചേർന്ന് ഒരു വൈറ്റിഷ് കളറിൽ കാണുന്ന ഒരു ലിംഫ് ടിഷ്യൂവിനെയാണ് നമ്മൾ വൈറ്റ് പൾപ്പ് ഓഫ് ദ സ്പ്ലീൻ എന്ന് പറയുക. എന്നാൽ ഇവരുടെ ആ സ്പ്ലീനിക് ആർട്ടറിയുടെയൊക്കെ ഫർദർ ഡിവിഷൻസ്, ഏറ്റവും എക്സ്ട്രീം ഡിവിഷൻസിൻ്റെ ഭാഗത്തൊക്കെ നമുക്കൊരു റെഡ് ഏരിയ കാണാം. അവിടെ അത് ലിംഫ് ടിഷ്യൂ അല്ല, അത് നേരെ മറിച്ച് നമ്മൾ സൈനസസ് എന്നൊക്കെ പറയും, വീനസ് സൈനസസ്. അതായത് ഈ കാപ്പിലറികളുടെയൊക്കെ ഏറ്റവും ഫർദർ ഡിവിഷൻസ് ആണ് ഈ വീനസ് സൈനസസ്. ആർട്ടറി, സ്പ്ലീനിക് ആർട്ടറി ആർട്ടീരിയോൾസ് ആവുന്നു, ആർട്ടീരിയോൾസ് പിന്നീട് കാപ്പിലറികളാവുന്നു. ഈ ആർട്ടീരിയോൾസിനെയും കാപ്പിലറീസിനെയൊക്കെ ചുറ്റി നമുക്ക് ചെറിയ ഈ ലിംഫ് ടിഷ്യൂസ് കാണാം, അതാണ് വൈറ്റ് പൾപ്പ്. ഇനി ഫൈനലി നമ്മളെ ഈ സ്പ്ലീനിക്
മാറ്ററിൻ്റെ ആ ഒരു ടിഷ്യൂവിൻ്റെ കുറച്ച് എക്സ്ട്രീം ഭാഗങ്ങളിലായിട്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ക്യാപ്സ്യൂളിനോട് ചേർന്നാണ് അങ്ങേ അറ്റത്തെ ഭാഗങ്ങളിൽ നമുക്കൊരു റെഡിഷ് ഏരിയയും കാണാം. അവിടെയാണ് ശരിക്കും ബ്ലഡിൻ്റെ ഒരു ഓവർ പ്രസൻസ് വരുന്നത്. ബ്ലഡുമായി, അതുകൊണ്ട് അതിന് റെഡ് കളറുമാണ്. അവിടെ നമ്മൾ ഈ കാപ്പിലറികളുടെ കണ്ടിന്യൂവേഷനായിട്ട് വീനസ് സൈനസസ് എന്ന് പറയുന്ന ബ്ലഡ് നിറയുന്ന സ്പേസസ് ഒക്കെ ഉണ്ട്. അതിനെയാണ് നമ്മൾ റെഡ് പൾപ്പ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വൈറ്റ് പൾപ്പും ഉണ്ട്, റെഡ് പൾപ്പും ഉണ്ട്. ഇതാണ് സ്പ്ലീനിൻ്റെ ഒരു ഇന്നർ ടിഷ്യൂവിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വൈറ്റ് പൾപ്പ് ഇസ് ബേസിക്കലി മെയ്ഡ് ഓഫ് ലിംഫ് ടിഷ്യൂ. വൈറ്റ് പൾപ്പ് എവിടെയാണുള്ളത് ഉള്ളത്? ആർട്ടീരിയോൾസിനോടൊക്കെ ചേർന്ന് കാണുന്നു. അവരെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു ലിംഫോസൈറ്റുകളുടെയൊക്കെ ഒരു ഷീത്താണ്, ഒരു കവറിങ് ഷീത്താണ് നമ്മൾ വൈറ്റ് പൾപ്പ് എന്ന് പറയാം. അതിനകത്ത് ബി ലിംഫോസൈറ്റ്സ് ഉണ്ട്, ടി ലിംഫോസൈറ്റ്സ് ഉണ്ട്, മാക്രോഫേജുകളുണ്ട്, ഇതെല്ലാം. എന്നാൽ ഈ ആർട്ടീരിയോൾസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് സ്പ്ലിൻ്റെ അങ്ങേയറ്റം എക്സ്ട്രീം ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ബ്ലഡിൻ്റെ തന്നെ ബ്ലഡ് കളക്ട് ചെയ്ത് കിടക്കുന്ന സൈനസസ് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടാവും. അതാണ് നമ്മൾ റെഡ് പൾപ്പ് എന്ന് പറയുക. അതിന് റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് സ്പ്ലീനിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പ്ലീനിൻ്റെ സ്ട്രക്ചർ. ഒരു ക്യാപ്സ്യൂളിൻ്റെ തന്നെ ചെറിയ ചെറിയ ഡിവിഷൻസ് അകത്തേക്ക് പോകുന്നു, അവരെയാണ് ട്രബക്യുലേ. ആ ട്രബക്യുലയുടെയൊക്കെ അകത്ത് സ്പ്ലീനിൻ്റെ ഒരു മാറ്ററിനെ നമുക്ക് വൈറ്റ് ആൻഡ് റെഡ് പൾപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. വൈറ്റ് പൾപ്പ് ഈസ് ബേസിക്കലി മെയ്ഡ് ഓഫ് ലിംഫോസൈറ്റ്സ് ആൻഡ് അതർ ഇമ്മ്യൂൺ സെൽസ്, മാക്രോഫേജസ് ഒക്കെ. എന്നാൽ റെഡ് പൾപ്പിൽ മെയിൻലി വരുന്നത് വീനസ് സൈനസസ് ഒക്കെയാണ്. ഈ കാപ്പിലറികൾ, വീനസ് സൈനസസ്, പിന്നീട് അവിടെ നിന്നാണ് നമ്മുടെ സ്പ്ലീനിക് വെയിനിൻ്റെ വെന്യൂൾസ് ഒക്കെ തുടങ്ങുക. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഭാഗമാണ്, ഒരു ബ്ലഡ് കുറേയധികം ഫിൽ ചെയ്തിരിക്കുന്ന ഭാഗമാണ് റെഡ് പൾപ്പ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് സ്പ്ലീനിൻ്റെ ഒരു പ്രധാന ഭാഗങ്ങളെന്ന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫങ്ഷൻസും കൂടി നമുക്ക് നോക്കാം. സ്പ്ലീനിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് ആസ് എ ലിംഫാറ്റിക് ഓർഗൻ ആയിട്ടും അല്ലാതെയും. ഒരു പ്രധാന ഫങ്ഷനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, RBC ഡിസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഓർഗനാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ഗ്രേവ് യാർഡ് ഓഫ് RBC എന്ന് പറയും. RBC ഡിസ്ട്രക്ഷനെയാണ് നമ്മൾ ഹീമോലൈസിസ് എന്ന് പറയും, ഡിസ്ട്രക്ഷൻ ഓഫ് RBC. കാരണം എപ്പോഴും RBCകൾക്ക് ഒരു 120 days ആണ് അവരുടെ നോർമൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഈ നോർമൽ ലൈഫ് സ്പാനിന് ശേഷം ബ്ലഡിൽ നിന്ന് അവരെ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ റെഡ് പൾപ്പ് എന്ന ഭാഗത്തേക്ക് എത്തുമ്പോൾ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുകയാണ് ശരിക്കും സ്പ്ലീൻ ചെയ്യുന്നത്. റെഡ് പൾപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ബ്ലഡ് വെസൽസും ഈ വീനസ് സൈനസസ് ഒക്കെയാണ്, ചെറിയ ചെറിയ സ്പേസസ് കണ്ടെയ്നിങ് ബ്ലഡ്. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ബ്ലഡിനെ ഇത് ഫിൽട്ടർ ചെയ്യുന്നു. ബ്ലഡ് ആക്ച്വലി ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. എന്തിനു വേണ്ടി? അവിടെ ആ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് ബ്ലഡിലുള്ള ഓൾഡ് ആയിട്ടുള്ള, അല്ലെ, ജോലിയൊന്നും എടുക്കാൻ പറ്റാത്ത തേഞ്ഞ് ഓൾഡ് ആയിട്ടുള്ള RBCകളെയൊക്കെ ഈ ഭാഗത്ത്, ഈ റെഡ് പൾപ്പിൽ ട്രാപ്പ് ചെയ്യുകയും അവിടെ അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ മാക്രോഫേജുകൾ എന്ന് പറയുന്ന സെല്ലുകൾ ഉണ്ടാവും. അവരെ ഈ ഓൾഡ് RBCകളെ ട്രാപ്പ് ചെയ്ത് ബ്ലഡിനെ ഫിൽട്ടർ ചെയ്ത് ഇവരെ ട്രാപ്പ് ചെയ്ത് അവരെ നശിപ്പിക്കുന്നു. മാത്രമല്ല അവിടെ ആൻറ്റിജൻസിനെയൊക്കെ അതുപോലെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡിൽ കൂടി വരുന്ന ബാക്ടീരിയകളെയും ഒക്കെ. കാരണം ബ്ലഡ് ഫിൽട്ടർ ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഈ റെഡ് പൾപ്പ് എന്ന് പറയുന്നത്. സോ ദ ബ്ലഡ് ഇസ് ബീങ് ഫിൽറ്റേർഡ് ഫോർ എന്തിനൊക്കെയാണ്? ഓൾഡ് RBCകളെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ, അവരെ ഇനി ബ്ലഡിലേക്ക് വിടാതെ, അല്ലെ, ബ്ലഡിൽ എപ്പോഴും നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള RBCകൾ വേണ്ടേ. അപ്പോൾ ഓൾഡ് RBCs എപ്പോഴും ഇവരെ വെച്ച് ട്രാപ്ഡ് ആവുന്നു ആൻഡ് ദേ വിൽ ബി ഡിസ്ട്രോയിഡ് ബൈ ദ പ്രോസസ് ഓഫ് ഹീമോലൈസിസ്. പിന്നെ അതുപോലെ ആൻറ്റിജൻസ്, നമ്മുടെ ബ്ലഡിൽ കടന്ന് കയറിയിരിക്കുന്ന ബാക്ടീരിയ പോലത്തെ ആൻറ്റിജനുകളെയും ഇവർ ട്രാപ്പ് ചെയ്യും, റെഡ് പൾപ്പിൽ ട്രാപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവരെയൊക്കെ നമ്മുടെ ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഈ പെർട്ടിക്കുലർ ബാക്ടീരിയ അല്ലെങ്കിൽ ആൻറ്റിജനെതിരെ അവർ റിയാക്ട് ചെയ്യും. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും എന്താ പറയുക, ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് സ്പ്ലീനിൻ്റെ ഒരു ഫംഗ്ഷനാണ്. മാത്രമല്ല ഫിൽട്ടർ ചെയ്യുന്നതിൻ്റെ ഒപ്പം അവരെന്ത് ചെയ്യുന്നു? ഈ ഫിൽട്ടർ ചെയ്ത് ട്രാപ്പ് ചെയ്ത RBCകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. സോ ഹീമോലൈസിസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് RBC ഉണ്ട്. ദെൻ ഫിൽറ്ററിങ് ദ ബ്ലഡ് ഉണ്ട്. ഫിൽറ്ററിങ് ദ ബ്ലഡ് എന്തിനൊക്കെ? ഓൾഡ് RBC ട്രാപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ആൻറ്റിജൻസിനെയൊക്കെ ട്രാപ്പ് ചെയ്യാനും. ആൻറ്റിജൻസിനെ ട്രാപ്പ് ചെയ്തിട്ട് വേണം അവരെ വെച്ചിട്ട് നമ്മുടെ ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റുകളെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റിജനുകളെ ട്രാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ മറ്റൊരു പ്രധാന ഫംഗ്ഷനാണ് സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡിൻ്റെ പൂൾ എന്ന് നമുക്ക് പറയാം. ഒരു സ്റ്റോർ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ഓഫ് ബ്ലഡ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ RBCകളും പ്ലേറ്റ്ലെറ്റ്സും ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു റിസർവോയർ പോലെ സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ഥലമാണ് സ്പ്ലീൻ. RBCകളുടെ ഒരു ടോട്ടൽ RBCയുടെ ഒരു 30%,
അതുപോലെ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെയും ഒരു ഏകദേശം ഒരു 30%, ഒരു 1/3 ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്, ടോട്ടൽ പ്ലേറ്റ്ലെറ്റ്സ് ഓഫ് ബ്ലഡ് ഇരിക്കുന്നതും സ്പ്ലീനിലാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്കൊരു സിവിയർ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായാൽ, എന്തെങ്കിലും കാരണവശാൽ ബോഡിയിൽ നിന്ന് ബ്ലഡ് ധാരാളമായിട്ട് നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ ബോഡി എപ്പോഴും ആ ഒരു ബ്ലഡ് പോയ ലോസ് ഓഫ് ബ്ലഡിന് പകരമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് എടുക്കുന്നത് സ്പ്ലീനിനകത്തുള്ള ഈ ബ്ലഡാണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്പ്ലീനിക് ബ്ലഡ് പൂളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യ ഘട്ടങ്ങളിൽ ബ്ലീഡിംഗ് ഒക്കെ വന്ന് ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഈ സ്പ്ലീനിനകത്ത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ബ്ലഡ് പുറത്തേക്ക് വരികയും അങ്ങനെ അത്യാവശ്യം നമുക്ക് ബ്ലഡിൻ്റെ ഒരു അളവ് കുറയാതെ നോക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറേജ് ഓഫ് ബ്ലഡ് വരുന്ന ഒരു ഫങ്ഷൻ കൂടി നമ്മുടെ സ്പ്ലീനിനുണ്ട്. സ്പ്ലീനിന് ഒത്തിരി ഇങ്ങനെ ചുരുങ്ങാനൊക്കെ പറ്റും. നമുക്ക് ഈ ട്രബക്യുലി എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മസിൽ ഫൈബറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ ബ്ലഡിൻ്റെ ഒരു ആവശ്യം ഉണ്ടായാൽ സ്പ്ലീനിന് ചുരുങ്ങാനും എന്നിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന RBC, പ്ലേറ്റ്ലെറ്റ്, ബ്ലഡ് ഇതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ ബ്ലഡിൻ്റെ കുറവ് പരിഹരിക്കാനും അതിന് സാധിക്കും. സോ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആണ് മറ്റൊരു ഫങ്ഷൻ. സോ ഹീമോലൈസിസ് ഉണ്ട്, then filtering the blood and trapping this kind of things adundu, and the third function is to store the blood, storage of blood, especially RBC and platelets. Ini finally മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ ബ്ലഡിൻ്റെ ഒരു പൂൾ ആയതുകൊണ്ട് തന്നെ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ഉള്ളത് കൊണ്ട് തന്നെ സ്പ്ലീൻ എങ്ങാനും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര മാസീവ് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ റിബ്സിൻ്റെ അടിയിലാണ് സ്പ്ലീൻ ഇരിക്കുന്നത്. സോ റിബ്സിനൊക്കെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റുന്നു, പ്രത്യേകിച്ച് നമ്മുടെ കാറിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് വീലൊക്കെ തട്ടുന്ന പോലത്തെ ഇഞ്ചുറീസ്, അപ്പോൾ അവിടെ അത് ലെഫ്റ്റ് അപ്പർ ക്വാഡ്രൻറ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ റിബ്സിൻ്റെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയാൽ, ജസ്റ്റ് ലൈക്ക് ദ സ്റ്റിയറിംഗ് വീൽ ഇഞ്ചുറി, അങ്ങനെയൊക്കെ ഉണ്ടായാൽ റിബ്സ് ഒക്കെ ഒടിയുകയും ചിലപ്പോൾ റിബ്സ് തന്നെ ഈ അടിയിലിരിക്കുന്ന സ്പ്ലീനിലേക്ക് കയറുകയും അങ്ങനെ അതിന് റപ്ചറുണ്ട്, സ്പ്ലീൻ പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ചിലപ്പോൾ സ്പ്ലീനിനൊരു മുറിവുണ്ടാവാം, സ്പ്ലീൻ ലാസറേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഏറ്റവും സിവിയർ ഫോമിലാണെങ്കിൽ അത് സ്പ്ലീൻ പൊട്ടുന്നത്, കാരണം ഒരു ഫ്രജൈൽ ഓർഗനാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ റപ്ചറൊക്കെ ഉണ്ടായാൽ എന്തു പറ്റും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രയും ബ്ലഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഓർഗൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും കുറേയധികം ബ്ലീഡിങ് അതിന് ഉണ്ടാകും, എങ്ങാനും അത് പൊട്ടുകയോ മുറിവ് പറ്റുകയോ ചെയ്താൽ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് തന്നെ ചിലപ്പോൾ സ്പ്ലീൻ എടുത്ത് കളയേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്പ്ലീൻ നമുക്ക് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഓർഗൻ എന്ന് പറയാൻ പറ്റില്ല. സ്പ്ലീൻ എടുത്തു കളഞ്ഞിട്ടും ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പ്ലീന് റിമൂവ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല, പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കൊക്കെ കുറച്ച് കുറവ് വരും. അപ്പോൾ അങ്ങനെ സ്പ്ലീൻ റിമൂവ് ചെയ്യേണ്ട ഒരു ഘട്ടം വരുന്നത് ഇതുപോലത്തെ സ്പ്ലീൻ ഇഞ്ചുറീസ്, റപ്ചറൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അതാണ് സ്റ്റോറേജ് ഓഫ് ബ്ലഡിൻ്റെ മറ്റൊരു ആസ്പെക്റ്റാണ്. ഇങ്ങനെ സ്പ്ലീനിന് ഇത്രയും ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഇതുപോലെ പെട്ടെന്ന് മുറിവ് പറ്റിയാൽ വളരെയധികം ബ്ലീഡിങ്, ഇൻറ്റേർണൽ ബ്ലീഡിങ് അത് ഉണ്ടാക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോ ബ്ലഡ് ഡിസ്ട്രക്ഷൻ, ഹിമോലൈസിസ് ഉണ്ട്, ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ ബ്ലഡ് സെൽസ്, പ്രത്യേകിച്ച് നമ്മുടെ RBCകളെയൊക്കെ ഉണ്ടാക്കാനും സ്പ്ലീനിന് പറ്റും. ആക്ച്വലി നമ്മുടെ ഒരു ഫീറ്റൽ ലൈഫിലൊക്കെ സ്പ്ലീൻ RBC ഉണ്ടാക്കുന്നുണ്ട്, ബോൺ മാരോ കൂടാതെ. പക്ഷേ നമ്മൾ ജനിച്ചു കഴിയുന്ന ഒരു അവസ്ഥയിൽ അത് പൂർണ്ണമായിട്ട് ഈ RBCയുടെ ഫോർമേഷൻ, അല്ലെങ്കിൽ ബ്ലഡ് സെല്ലുകളുടെ ഫോർമേഷൻ പൂർണ്ണമായിട്ടും ബോൺ മാരോ ആണ് ഏറ്റെടുക്കുക. അതുവരെ ഇവരെല്ലാവരും അത് ചെയ്തിരുന്നു, ബോൺ മാരോയും സ്പ്ലീനും ഒക്കെ, എപ്പോൾ നമ്മുടെ ഫീറ്റൽ ലൈഫിൽ. പക്ഷെ ആഫ്റ്റർ ബർത്ത് അത് പൂർണ്ണമായിട്ടും ഈ ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് എന്നുള്ളത് ബോൺ മാരോ ഏറ്റെടുക്കുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ ബോൺ മാരോയ്ക്ക് അത് ചെയ്യാൻ പറ്റിയാൽ സ്പ്ലീൻ അങ്ങനെയുള്ള ആ ഒരു ഫംഗ്ഷൻ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അതൊരു പരിധിവരെ നമുക്ക് വേണമെങ്കിൽ പറയാം സ്പ്ലീൻ ഓൾസോ പ്രൊഡ്യൂസസ് നമ്മുടെ ബ്ലഡ് സെൽസ്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്പ്ലീനിന് നമ്മുടെ ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കാനും സാധിക്കും. ബ്ലഡ് സെൽ ഡിസ്ട്രക്ഷൻ ഉണ്ട്, ബ്ലഡിനെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, മാത്രമല്ല ബ്ലഡ് സെൽസിനെ ഫോം ചെയ്യാനും സ്പ്ലീനിന് സാധിക്കും. അപ്പോൾ അങ്ങനെ ബ്ലഡുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് സ്പ്ലീൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പ്ലീനിൻ്റെ ഫങ്ഷൻസ്. പിന്നെ ഞാൻ പാർട്സ് പറഞ്ഞതും കൂടി എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഒരു ക്യാപ്സ്യൂളുണ്ട്. ക്യാപ്സ്യൂൾ ഈസ് റണ്ണിങ് ട്രബക്യുലെ ഇൻ ടു ദ ടിഷ്യൂ ഓഫ് ദ സ്പ്ലീൻ.
അപ്പോൾ അങ്ങനെ മാത്രമല്ല ഒരു കോൺകേവ് സർഫസ് ഉണ്ട്, ഒരു കോൺവെക്സ് സർഫസ് ഉണ്ട്. കോൺകേവ് സർഫസ് ഇസ് ഹാവിങ് എ ലോങ് റിഡ്ജ് ലൈക്ക് ഏരിയ വെയർ ദ സ്ട്രക്ചേഴ്സ് ആർ എൻറ്ററിങ് ആൻഡ് ലീവിങ് ദ സ്പ്ലീൻ, അല്ലേ? എന്തൊക്കെ സ്ട്രക്ചേഴ്സാണ് സ്പ്ലീനിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത്? സ്പ്ലീനിക് ആർട്ടറി, സ്പ്ലീനിക് വെയിൻ, ആൻഡ് ദെൻ ദ നെർവ്സ് ആസ് വെൽ ആസ് ദ എഫറൻറ്റ് ലിംഫ് വെസൽ. പിന്നെ ഇതിൻ്റെ ആ ഒരു ടിഷ്യൂവിനെ, സ്പ്ലീനിക് ടിഷ്യൂവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ദ റെഡ് പൾപ്പ് ആൻഡ് ദ വൈറ്റ് പൾപ്പ്. റെഡ് പൾപ്പാണ് കൂടുതലുള്ളത്, 75%, ആൻഡ് ദ വൈറ്റ് പൾപ്പ് ഇസ് 25%. വൈറ്റ് പൾപ്പ് ഇസ് മെയിൻലി മെയ്ഡ് ഓഫ് ലിംഫോസൈറ്റ്സ്, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസ് ആണ് അവിടെ വരുന്നത്. റെഡ് പൾപ്പിൽ മെയിൻലി ഈ വീനസ് സൈനസസ് എന്ന് പറയുന്ന ബ്ലഡ് ഇരിക്കുന്ന ചെറിയ ചെറിയ സ്പേസുകളാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട്. ആൻഡ് ദ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് അപ്പർ ക്വാഡ്രൻറ്റിലാണ്, ഡയഫ്രത്തിൻ്റെ അടിയിൽ, റിബ്സിൻ്റെ അടിയിൽ. ആൻഡ് അഗെയിൻ ഇറ്റ് ഇസ് ദ ലാർജസ്റ്റ് ലിംഫാറ്റിക് ഓർഗൻ ഇൻ ദ ബോഡി. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പ്ലീനിനെ പറ്റി. പിന്നെ അതുപോലെ സ്പ്ലീനിൻ്റെ ഡിസീസ് കണ്ടീഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് സ്പ്ലീനോമെഗാലി എന്ന് പറയും. സ്പ്ലീൻ വലുതാവുന്ന ഒരു കണ്ടീഷൻ. അതായത് പ്രധാനമായിട്ടും അത് ഇൻഫെക്ഷൻസിലും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്യാൻസേഴ്സിൽ, ലുക്കീമിയ, ലിംഫോമ പോലെയുള്ള ലിംഫോസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുകളിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലെ സ്പ്ലീനിലെ ഇൻവേഡ് ചെയ്യുന്ന മറ്റെന്തെങ്കിലും ഡിസീസസ്, ഇവിടെയൊക്കെയാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും സ്പ്ലീനോമെഗാലി കാണാൻ സാധിക്കുക, എൻലാർജ്മെൻറ്റ് ഓഫ് ദ സ്പ്ലീൻ. അപ്പോൾ ആ ഒരു കേസിൽ അത് സ്പ്ലീൻ നമുക്ക് ആ റിബ്സിൻ്റെ അടിയിൽ നിന്ന് താഴേക്ക് വളർന്ന് വലുതാവുന്നതായിട്ട് കാണാം. നോർമലി സ്പ്ലീൻ എപ്പോഴും റിബ്സിൻ്റെ അടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ റിബ്സിൽ നിന്ന് താഴേക്ക്, റിബ്സിൻ്റെ ആ ഇപ്പോൾ 11th റിബ് 12th റിബ് കഴിഞ്ഞിട്ട് താഴേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അബ്നോർമൽ. അപ്പോൾ അതാണ് നമ്മൾ സ്പ്ലീനോമെഗാലി എന്ന് പറയുക. അതുപോലെ സ്പ്ലീൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പ്ലീനെക്ടമി എന്ന് പറയും. എക്ടമി ഇസ് റിമൂവൽ, സോ സ്പ്ലീനെക്ടമി. ഓക്കെ, ഇത്രയൊക്കെയാണ് സ്പ്ലീനിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ. അതിനു മുമ്പേ ഞാൻ ലിംഫിൻ്റെ കോമ്പോസിഷനെ പറ്റി, അതുപോലെ ലിംഫിൻ്റെ ഫോർമേഷൻ, ലിംഫ് വെസലുകൾ, അതേപോലെ തന്നെ ലിംഫ് നോട്ട്സ് ഇത്രയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും കൂടി കണ്ടതിന് ശേഷമാണ് നിങ്ങളിത് കാണേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. അതുപോലെ ഇതിൻ്റെ കൂടെ ഞാൻ നോട്ട്സും ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇടുന്ന ഓരോ വീഡിയോയ്ക്കും. അപ്പോൾ അതും വായിച്ചു നോക്കുക, പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ തന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് തൈമസും അതുപോലെ ടോൺസിൽസും ഒക്കെയാണ്. മറ്റ് സ്പ്ലീൻ ലിംഫ് നോഡുകൾ കൂടാതെയുള്ള ലിംഫാറ്റിക് ഓർഗൻസ്, തൈമസ് ഗ്ലാൻഡ്, ടോൺസിൽസ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ദെൻ ഇമ്മ്യൂണിറ്റി പോലെയുള്ള ടോപ്പിക്സ്. സോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതുപോലെ നോട്ടും കൂടി പഠിക്കുക. ദെൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.